നമ്മൾ ഒരു ദിവസം ആവറേജ് 4 മണിക്കൂർ സ്ക്രോൾ ചെയ്ത് കളയേണ്ടെന്ന് വിചാരിക്കുക. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസോ ഇൻസ്പിറേഷൻസോ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ടൈം വേസ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി സ്ക്രോൾ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ജീവിതത്തിൽ പ്രൊഡക്റ്റീവായിട്ട് ഒരു ഉപകാരമില്ല, ബാക്കിലേക്ക് കുറച്ച് കാലം കഴിഞ്ഞാണ്ട് നമ്മൾ അന്ന് സ്ക്രോൾ ചെയ്ത് ആലോചിച്ചാൽ ഓർമ്മ പോലും ഉണ്ടാവില്ല, അങ്ങനത്തെ സംഭവങ്ങൾ. ഡു യു നോ ഹൗ മച്ച് ടൈം ദാറ്റ് ഈസ്? നമ്മൾ ഒരു ദിവസത്തിന് 24 മണിക്കൂറിനെ ഒരു 6 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ 4 മണിക്കൂർ എന്ന് പറയുന്നത് ആ 6ൽ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ ഏകദേശം ഒരു 70 വയസ്സ് വരെ ജീവിക്കുന്നു വിചാരിക്കുക, എസ്റ്റിമേറ്റ്. അപ്പോൾ അതിലൊരു 10 വർഷം നമുക്ക് ഫോൺ ഉണ്ടാവില്ല, ഫസ്റ്റത്തെ 10 വർഷം നമുക്ക് ഫോണില്ല എന്ന് വിചാരിക്കുക. ബാക്കി 60 വർഷം ഉണ്ടല്ലോ, ആ 6ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയായി? ഏകദേശം 10 വർഷമായി. അപ്പോൾ നമ്മളെ ലൈഫിൽ മൊത്തം ലൈഫ് സ്പാനിൽ 10 വർഷം ഒരു ആവശ്യമില്ലാതെ ഒരു ഉപകാരമില്ലാതെ സ്ക്രോൾ ചെയ്ത് കളയില്ലേ? ഇത് ഞാനൊരു ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് എടുത്താണ്. 4 മണിക്കൂറാവില്ല, അതിലായിട്ടും കൂടുതൽ സ്ക്രോൾ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ആൻഡ് ആർ വി കൺസേൺഡ് അബൌട്ട് ദാറ്റ്? മേ ബി നോട്ട്. ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ഇറ്റ്? അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഈസ് ഇഷാം. ഐ എം എ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റർ. ഇൻ ദിസ് വീഡിയോ I will share some of my insights to stop scrolling and start living. ഞാനൊരു ലൈഫിലുണ്ടായിരുന്നൊരു സംഭവം പറഞ്ഞാലോ. അപ്പോൾ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്തു, എന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് കാണാൻ പറ്റുമോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞില്ല. അപ്പോൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, ഓൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഓന് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓൾക്കൊരു ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡെയിലി വീഡിയോ ഇടണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. കാരണം ഞാൻ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ആകെ 2 മാസമായിട്ടുള്ളൂ. അതിന് മുമ്പ് ഞാൻ ഫുള്ളി ഇൻസ്റ്റഗ്രാമിൽ ഷോർട്ട് ഫോം കണ്ടന്റാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിന് എഡ്യൂക്കേഷണൽ ടൈപ്പ് അല്ല, എൻ്റർടൈൻമെൻറ്റ് ടൈപ്പ് കണ്ടന്റാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. മോണ്ടേജ് ടൈപ്പ് അങ്ങനത്തെ വീഡിയോസും. അതിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇടയിൽ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ ആ ഒരു ടൈപ്പ് കണ്ടന്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യില്ല. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി ആൾക്കാർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ, ഓല അറ്റൻഷൻ സ്പാനും മെൻ്റൽ ഹെൽത്തും വല്ലാതൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കുറേ എഡിറ്റുകളും കളേഴ്സുകളും സൗണ്ട് എഫക്ട്സ് ഒക്കെ കൂട്ടിയാണ്ട് അങ്ങനത്തെ വീഡിയോകൾ കൊടുക്കണ്ട എന്നുള്ളൊരു രീതിക്ക് ഞാൻ എത്തി. ഞാനൊരു പോഡ്കാസ്റ്റ് ടൈപ്പ്, ഒന്നുകൂടി ഒരു ഇൻ്റലക്ച്വൽ ടൈപ്പ്, ആൾക്കാർക്ക് കുറച്ചുകൂടി വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ, എന്നാലും എനിക്കും പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് യൂട്യൂബ് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് ഞാൻ മാറി എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് ശരിയാണ്, ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരികയാണ്, പക്ഷെ അതല്ല നമ്മൾ മുതലാക്കേണ്ടത് എന്നവൻ പറഞ്ഞു. നമ്മൾ കൂടുതൽ എഡിറ്റുകളും കൂടുതൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് വീഡിയോസ് ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടുക എന്നവൻ പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പല വീഡിയോസിനും മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയത് പല ടെക്സ്റ്റുകളും അല്ല ഫ്ലാഷി എഡിറ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താണ്ട് ഓരോ ചിരിങ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ട്രാൻസിഷൻസൊക്കെ നല്ല വ്യൂസ് കിട്ടും. കാരണം ആൾക്കാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഇടയിൽ പെട്ടെന്ന് ഒരു കണ്ണിലിങ്ങനെ എന്താണോ പെട്ടെന്ന് ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആണ് അതുപോലെ കണ്ടിരിക്കും. ആ ഒരു ഇതിന് ഞാൻ മാറി. പക്ഷേ ആ ഒരു ചിന്താഗതിയാണ് ഓൻ പറഞ്ഞ, ആ ഒരു ചിന്താഗതി, ആ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ചിന്താഗതിയാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സിനും ഉണ്ടാവുക. അതിന് ഫുഡ് കമ്പനീസിനാണെന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയ കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും ഒക്കെ ആൾക്കാരുടെ എന്തൊക്കെയാണോ ഓൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണോ ഓൾക്ക് മുതലാക്കാൻ പറ്റുന്നത്, അതായത് ഇപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണോ ആ ഡ്രഗിൻ്റെ എന്താ പറയുക കിട്ടുന്ന പ്ലഷറിൻ്റെ ഇൻറ്റൻസിറ്റി ഏതൊക്കെ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കൂട്ടുക. എന്നാലേ ആൾക്കാരത് കൂടുതൽ വാങ്ങുള്ളൂ, കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം സോഷ്യൽ മീഡിയ, ആദ്യം നമുക്ക് ലോങ് വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂട്യൂബിൽ, ഓർമ്മ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ടിക്ടോക്ക് വന്നു, പിന്നെ നമുക്ക് ഈ ടിക്ടോക്ക് ബാൻ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വന്നു, പിന്നെ യൂട്യൂബിൽ ഷോർട്സ് വന്നു. ഏതൊക്കെ രീതിയിൽ നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ എന്താ പറയുക നമ്മളെ അറ്റൻഷൻ ഓൽക്ക് എടുക്കാൻ പറ്റുമോ അതൊരു മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യും. അത് ഇനി അങ്ങോട്ട് എന്തേ ഉള്ളൂ, കൂടി വരുള്ളൂ. കണ്ടന്റിൻ്റെ അളവ് ഇങ്ങനെ കൂടിയിട്ട് അതിൻ്റെ സ്റ്റിമുലേഷൻ ഇങ്ങനെ കൂടിയേ വരുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഡ്രഗ് ഡീലേഴ്സാണ് ഇത് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രഗ് ഡീലേഴ്സ് ആ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടാവില്ല, അതാ കൺസ്യൂമേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ബിൽഗേറ്റ്സിൻ്റെ മക്കൾക്കൊന്നും ടെക്നോളജി യൂസ് ചെയ്യാൻ കൊടുക്കണില്ല. ഇതേപോലെ എല്ലാവരും ഈ കൺസ്യൂമേഴ്സാണ് ഇതിൽ പെടുക. ക്രിയേറ്റേഴ്സൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഫിലിം സ്റ്റാർസിൻ്റെയോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെയോ ഒക്കെ വല്ല പരസ്യങ്ങളുണ്ടാവില്ല, പൊട്ടാറ്റോ ചിപ്പിൻ്റെയും കുറേ കളർ വാട്ടേഴ്സ്, എനർജി കിട്ടും, ഇതാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു സ്ഥിരമായിട്ട് പോയിട്ട് അത് അതൊരു കൈക്ക് പോലുമില്ല. അതുപോലെ ഏതോ പോഡ്കാസ്റ്റിൽ ഒരുപാട് ആൾക്കാർ ഇൻ്റർവ്യൂസിൽ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പായി കണ്ട് ഞാനൊരു റീൽ കണ്ടിരുന്നു. അതായത് ഇപ്പോൾ ഓരോ വിരാട് കോഹ്ലി അതേപോലത്തെ സെലിബ്രിറ്റീസൊക്കെ ഓരോ ഫുഡിൻ്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു സംഭവം ഓല് കഴിക്കലില്ല. മനസ്സിലായോ? ഇതൊക്കെ ആൾക്കാർ മാക്സിമം ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്.
സോ വാട്ട് വി ഷുഡ് ഡു, ഹൗ ക്യാൻ വി എസ്കേപ്പ് ദിസ് ഡൗൺവേർഡ് സ്പൈറൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ട്രാപ്പിൽ നിന്ന്. മൈ ഫസ്റ്റ് മെസ്സേജ് ഇസ്, ഇഫ് യു ആർ നോട്ട് എ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ, വീഡിയോ ഇടണം എന്നുള്ളത് നെസസറി അല്ല എന്നുണ്ടെങ്കിൽ, കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ സോഷ്യൽ മീഡിയ വെച്ചല്ല, വെറുതെ പോസ്റ്റ് ഇട്ടാണ്ട് നമുക്ക് ആൾക്കാർ വാലിഡേഷന് വേണ്ടി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നെ കുറച്ച് മെസ്സേജ് അയക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിലീറ്റ് സോഷ്യൽ മീഡിയ. യെസ്, യു ഹേർഡ് മീ റൈറ്റ്, ഡിലീറ്റ് സോഷ്യൽ മീഡിയ. അത് ഇനി ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഇനി യൂട്യൂബ്, അങ്ങനെ നിങ്ങൾ സ്ക്രോളിങ് എന്താ പറയുക ഷോർട്സ് കണ്ടാണ് ഇങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ടൈം യൂട്യൂബ് കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ്. പിന്നെ എക്സ്ക്യൂസസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് പോയി കഴിഞ്ഞാൽ ഓനെന്താ മെസ്സേജ് അയക്കുക, ഞാൻ അറിയില്ലല്ലോ, ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ എന്താ മെസ്സേജ് വരിക, അപ്പോൾ ആരെങ്കിലും പുതിയ പോസ്റ്റ് ഇട്ടാലോ, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ if it is taking your time, if it is taking your valuable time, if it is taking 1/6 of your entire life, then why should you keep it? ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഡിലീറ്റ് ആക്കിയാൽ തന്നെ, നമ്മുടെ ഫോണിൽ എല്ലാ സോഷ്യൽ മീഡിയയും ഡിലീറ്റ് ആക്കി, എന്നിട്ട് ആ ഫോൺ ഏകദേശം സ്റ്റിമുലേഷൻ കുറഞ്ഞു, ഇപ്പോൾ കുറേ പ്ലെയിനായി, എന്നിട്ടായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാക്കി വിചാരിച്ചോ, ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും, ഒരുപാട് സമയം ബാക്കി. ഇനി ഈ ടൈമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ്സ് വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്. എന്തുകൊണ്ടാണ് അധികം ആൾക്കാരും സ്ക്രോൾ ചെയ്യുന്നത്, മൈൻഡ്ലെസ്ലി സ്ക്രോൾ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്യലുണ്ട്, ഒരു 10 മിനിറ്റൊക്കെ ഇൻസ്റ്റഗ്രാം എടുത്താൽ സ്ക്രോൾ ചെയ്യലുണ്ട്. ഇപ്പോൾ കുറവാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇൻസ്റ്റഗ്രാമിൽ ഷോർട്ട് ഫോം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഓരോ ഇൻസ്പിറേഷൻസ് കിട്ടും, അതേപോലെ ഓരോ സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. സ്റ്റിൽ ഞാൻ ഇപ്പോഴും ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സ്ക്രോൾ ചെയ്യലുണ്ട്. പക്ഷെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ മൈൻഡ്ലെസ്ലി എന്താണ് കാണുന്നത് എന്ന് പോലും ഓർമ്മയില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോവല്ല. ശരിക്കും ശ്രദ്ധിക്കുകയാണത്. എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, ഇതിൽ നമുക്ക് എന്ത് ഇൻസ്പിറേഷൻ കിട്ടാൻ പറ്റും, എങ്ങനെ നമ്മളെ കണ്ടന്റ് ഇതേപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് കാണുന്നത്. ഇനി അതുമല്ല, മൈൻഡ്ലെസ്ലി പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്വന്തം ചെയ്യും, ക്യാച്ചപ്പ് ചെയ്താണ്ട് പെട്ടെന്ന് ഒഴിവാക്കിയാണ് പോകും. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അതിൻ്റെ മുകൾക്ക് പോലില്ല. അപ്പോൾ എല്ലാവരും ഈ സ്ക്രോൾ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ മൈൻഡ്ലെസ്ലി ഒരുപാട് നേരം സ്ക്രോൾ ചെയ്താണ്ട് മണിക്കൂറുകൾ പോകുന്നതിന് കാരണം ലൈഫ് ബോറിങ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു സ്ക്രോൾ ചെയ്യുന്ന സമയം ബോറിങ് ആയ സമയം ആയതുകൊണ്ടാണ്. ഇതറിയോ, ഹാപ്പിനെസ്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? സാഡ്നെസ് അല്ല. പക്ഷെ നമ്മൾ ഈ ഒരു കണ്ടക്സ്റ്റിൽ എടുക്കുമ്പോൾ അത് സാഡ്നെസ് അല്ല, അത് ബോർഡമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിക്കാൻ പറ്റും? ബോർഡത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മളൊരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇത് ചെയ്യണമല്ലോ, നാളെ വീഡിയോ എടുക്കണമല്ലോ, നാളെ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നാളെ ഈ ബിസിനസ് തുടങ്ങണമല്ലോ, നാളെ ഈ ഇയാളെ വിളിക്കണം, നാളെ ക്ലോസ് ചെയ്യണം, നാളെ എത്ര സാധനം സെല്ല് ചെയ്യാണ്ട്, എന്തായിക്കോട്ടെ. ഇഫ് യു ആർ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്, യു വിൽ നോട്ട് ഹാവ് ടൈം ടു സ്ക്രോൾ. നിങ്ങൾക്ക് പറയാനുള്ള ടിപ്പ് എന്താ വെച്ചാൽ, മാക്സിമം നമ്മളെ ലൈഫ് റിയൽ വേൾഡിലാക്കുക. പിന്നെ സംബന്ധിച്ച് ഇതിൻ്റെ സ്ക്രീൻ ടൈം ഉണ്ടാവും 4 മണിക്കൂറും 5 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണ തന്നെ ഉണ്ടാവും. എഡിറ്റ് ചെയ്യാൻ തന്നെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉണ്ടാവും. അപ്പോൾ തന്നെ 2 മണിക്കൂർ പോയി. പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളായിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഉണ്ടാവും. പിന്നെ നമ്മൾ പോഡ്കാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവും, 1-1.5 മണിക്കൂർ. അങ്ങനെ ഒരു 4 മണിക്കൂറൊക്കെ എൻ്റെ സ്ക്രീൻ ടൈം ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ നോക്കലുണ്ട്, ഞാൻ എഫേർട്ട് ഇടലുണ്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ, ടെക്നോളജിയിൽ നിന്ന് പുറത്ത് കിടന്നാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, റീഡിങ് ആയിട്ടും കുറച്ച് വെയിലൊക്കെ കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഹാപ്പിനെസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കിടക്കുന്നത് യെസ് ടെക്നോളജിൻ്റെ ഉള്ളിലുണ്ട്. ഇഫ് യു ആർ എ ക്രിയേറ്റർ, ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ച് തന്നെയാണ് പുതിയ വീഡിയോ ഇടുന്നതും വ്യൂസ് കയറുന്നതും ഫോളോവേഴ്സ് കയറുന്നതും സബ്സ്ക്രൈബേഴ്സ് കയറുന്നതും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ആവണമൊക്കെ എക്സൈറ്റിംഗ് ആണ്. പക്ഷെ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച്, വെറുതെ ടൈം പാസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് ടെക്നോളജിയിലല്ല എക്സൈറ്റ്മെൻറ്റ് കിടക്കുന്നത്, റിയൽ വേൾഡിലാണ്. അപ്പോൾ എനിക്ക് പറയുള്ളത്, എങ്ങനെയാണ് നമുക്ക് എക്സൈറ്റിംഗ് ആയ സംഭവം കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ പർപ്പസിന് അനുസരിച്ച് അലൈൻ ചെയ്ത് ജീവിക്കുമ്പോഴാണല്ലോ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാം. പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ മോണിറ്റൈസ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ നമുക്ക് പൈസയായി, ലൈഫുമായി. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. അല്ലാതെ നമ്മളൊരു സ്ഥലത്ത് ഇരുന്നാണ്ട് നമ്മളെ പർപ്പസ് എന്താണെന്ന് ചിലപ്പോൾ കുറേ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തേനെ. മൊയ്ത്തായി ട്രൈ ചെയ്തേക്കണേ, മാരത്തോൺ ട്രൈ ചെയ്തേക്കണേ, സ്പ്രിൻറ്റിങ് ട്രൈ ചെയ്തേക്കണേ, ജിമ്മ് പോയിക്കണേ,
അതേപോലെ ഡ്രോയിങ്ങിന് പോയിക്കണേ, കീബോർഡ് പഠിക്കാൻ പോയിക്കണേ, ഒരുപാട് സംഭവങ്ങൾ നോക്കിയാണ്. ഇതേപോലെ തന്നെ ഇതൊന്നൊന്നുമല്ല, പല കാര്യങ്ങളും ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയുള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് നമുക്കാണ് കത്തും. ഇത് ലൈഫിൽ അല്ലെങ്കിൽ ഇത് എനിക്ക് ഫൺ ഉണ്ടാക്കുന്ന സംഭവമാണ്, ഇത് രസമുണ്ട്. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ വർക്കായി തോന്നുന്നുണ്ടാവും, പക്ഷേ നമുക്കത് ഫണ്ണായി തോന്നണം. അങ്ങനത്തെ സംഭവങ്ങൾ ട്രൈ ചെയ്താൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ട്രാവൽ ചെയ്ത് നോക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിൻ്റെ കൂടെ, അതേപോലെ ഫുട്ബോളോ ക്രിക്കറ്റോ എന്താ വെച്ചാൽ റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് അതിൽ എൻഗേജ് ചെയ്യുക. കോൺവെർസേഷൻസ്, ഡു സൈക്ലിംഗ്, ഡു ക്ലൈംബിങ് എ ട്രീ, എനിത്തിങ് ദാറ്റ് ഈസ് ഇൻ റിയൽ ലൈഫ് ദാറ്റ് എന്താ പറയുക ഒറിജിനൽ ചീപ്പ് ഡോപ്പമിൻ അല്ലാതെ നാച്ചുറൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രയൽ ആൻഡ് എററിലൂടെയാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മളൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതെങ്കിലും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കളഞ്ഞു, ഒരുപാട് ടൈം ആകുമ്പോൾ ബാക്കിയുണ്ട്. അപ്പോൾ ആ ടൈം ഇനി ആ ആക്ടിവിറ്റി വെച്ച് ഫില്ല് ചെയ്യുക, ആ ആക്ടിവിറ്റീസ് വെച്ച് ഫില്ല് ചെയ്യുക. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ DMs ഒക്കെ വരലുണ്ട്. എന്താ വെച്ചാൽ വീഡിയോ കണ്ടിരുന്നു, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് വരലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുക, എനിക്ക് ആ ഒരു അയക്കണ ആളെ സംബന്ധിച്ച് അയാൾ ആരാന്നോ എന്താണോ അയാളെ ക്യാരക്ടർ എന്താണോ അയാളെ ഇൻട്രസ്റ്റ് എന്താണെന്നോ ഒന്നും അറിയില്ല. ഞാനെങ്ങനെ അതിന് റിപ്ലൈ തരിക? എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എക്സൈറ്റിംഗ് ആയ സംഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കാത്തത്. നമ്മൾ പല കാര്യങ്ങളും ഒരു ചെറിയ സ്പാർക്കെങ്കിലുള്ള ചെറിയൊരു കണക്ഷനുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കുക. ചെറിയതായിട്ട് ഇപ്പോൾ ബുക്ക് വായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇന്ന ഗെയിമിൽ എൻഗേജ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന സംഭവം പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന വിഷയത്തോടെ താല്പര്യം ഉണ്ടെങ്കിൽ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നാലല്ലേ അറിയുള്ളൂ. അല്ലാതെ ഇന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഫണ്ണായി തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഔട്ട് സൈഡ് ട്രാവലിങ്, അഡ്വഞ്ചേഴ്സ്, ഫിഷിങ്, എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. വാക്കിംഗ് ഇൻ നേച്ചർ, ജസ്റ്റ് ഒന്നുമില്ല, ടെക്നോളജി കാര്യങ്ങളൊന്നും കയ്യിലില്ല, നല്ല കാറ്റും സൂര്യപ്രകാശവും, കാറ്റും വെളിച്ചും സൂര്യപ്രകാശവും ഒക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് ജസ്റ്റ് ഇരിക്കുക അല്ലെങ്കിൽ നടക്കുക. ഇത് എപ്പോഴും നമുക്ക് സമാധാനം ഉണ്ടാക്കി തരുന്ന സംഭവമാണ്. നല്ല ഓക്സിജനും നല്ല എയർ ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു മരത്തിൻ്റെ അടിയിലോ അങ്ങനെയൊക്കെ പോയാണ്ട് ഇനി അവിടെ നിന്ന് ബുക്ക് വായിക്കേ, എന്നാലും കുഴപ്പമില്ല, അതും എൻജോയബിൾ ആണ്. ഇനി ഫിക്ഷൻ ആയിക്കോട്ടെ നോൺ ഫിക്ഷൻ ആയിക്കോട്ടെ, ഡസൻ മാറ്റർ. അവിടെ നിന്ന് ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് സമാധാനത്തോടെ ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കുന്ത്രണ്ടത്തിന് മുമ്പിൽ ഇരിക്കുന്നതിനെക്കാട്ടും എത്രയോ മെച്ചമുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി, നമ്മൾ ഹ്യൂമൻസ് ആണ് ഇപ്പോൾ നമ്മളെ പർപ്പസിനനുസരിച്ച് ജീവിക്കാത്തത്. ആ ഒരു സംഭവം തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഒന്ന് പോയിക്കണം. പർപ്പസ് എന്നുള്ള ആ ഒരു സംഭവം, അതുപോലെ ഡ്രൈവ്, മോട്ടിവേഷൻ, ഇതൊന്നും ഇല്ലാതേക്കണേ. ഇങ്ങനെ ജസ്റ്റ് ഫുൾ ടൈം കടക്കില്ലേ. വേറെ എല്ലാ മൃഗങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കി, ഇപ്പോൾ പൂച്ചാളായിക്കോട്ടെ, പട്ടിയാളായിക്കോട്ടെ, അല്ലെങ്കിൽ പക്ഷികളായിക്കോട്ടെ, ഇവരൊക്കെ ബോറടിച്ചാണ്ട് നിൽക്കണം കണ്ടുക്കണം. ഇവരൊന്നല്ലെങ്കിൽ റിലാക്സ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങായിരിക്കും, അല്ലെങ്കിൽ ഹണ്ട് ചെയ്യായിരിക്കും. ഓലെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ പറയും ചിലപ്പോൾ ഓലിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ അതല്ല. ഓല എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഓല് ജീവിക്കുന്നത്. മനുഷ്യന്മാർ മാത്രമാണ് സ്റ്റിമുലേഷൻ ഇങ്ങനെ കൂടി പോകുന്ന വേൾഡിലേക്ക് വീണ് പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം ഒരു ഡേ ഇൻ ലൈഫ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിനനുസരിച്ച് മോഡിഫൈ ചെയ്യുക. കുറച്ച് സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി സമാധാനം കിട്ടാൻ, കുറച്ചുകൂടി ഫണ്ണാക്കാൻ, ആ ഒരു ടെക്നോളജി, സ്ക്രോളിങ്, ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലൈഫ് ഒന്നുകൂടി സെറ്റാക്കാൻ കുറച്ച് സംഭവം ഞാൻ പറഞ്ഞുതരാം, ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, നമുക്ക് മോർണിംഗ് എന്ന് തുടങ്ങാം. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സമയം, നമ്മൾ ആ ഒരു ഫസ്റ്റ് 1 to 2 hours നമുക്കുള്ളതാണ്, സ്വന്തം സെൽഫിനുള്ളതാണ്. അത് വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ല. എയിലൂടെ, ടെക്നോളജിയിലൂടെ, അല്ലാതെ വേറെ ആരോടും ഉണ്ടാൻ പാടില്ല എന്നല്ല പറയണം. അപ്പോൾ ആ ഒരു സമയത്ത് നേരെ ഫോൺ എടുത്താണ്ട് മെസ്സേജസ്, നോട്ടിഫിക്കേഷൻസ്, ഇൻസ്റ്റഗ്രാം, ഇനി സോഷ്യൽ മീഡിയ, നിങ്ങൾക്ക് അപ്പം ആവശ്യമില്ലാത്ത ഒരു സംഭവങ്ങളും മൈൻഡിൽ കയറ്റാൻ പാടില്ല. കാരണം നമ്മളെ മെൻ്റൽ എനർജി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തന്നെ ഫസ്റ്റ് വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്തില്ല, മെൻ്റൽ എനർജി ഉള്ള പോലെ നമുക്ക് തോന്നില്ല. അതൊരു ഡിപ്ലീറ്റഡ് ആയ പോലെ നമുക്ക് തോന്നും. കുറേ നേരം നമ്മൾ സ്ക്രോൾ ചെയ്ത് ആവശ്യമില്ലാത്ത ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ച് കുറേ ഇമെയിലും അല്ലെങ്കിൽ മെസ്സേജസൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാണ്ട് വിചാരിക്കുക, നമുക്ക് മെൻ്റലി ചിലപ്പോൾ ടയേർഡായ മാതിരി തോന്നും. കാരണം നമ്മളെ എനർജി ഫുൾ നമ്മൾ അവിടെ വേസ്റ്റ് ആക്കിയിരിക്കണം. അപ്പോൾ മോർണിംഗിലെ ഫസ്റ്റ് അവർ എന്നൊക്കെ പറയുന്നത് എണീച്ച് സ്ലോ ആയിട്ടൊന്ന് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഒന്ന് നടന്ന് വരിക, നേച്ചുറലൊരു വാക്ക് ചെയ്ത് വരിക, ഒരു ചെറിയ 5-10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. ഇന്ന് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ പ്രയേഴ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സമയം മാറ്റി വെക്കുക. അങ്ങനെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യാം,
സമാധാനത്തോടെ തുടങ്ങുക. നേരെ ഫോണിലേക്ക്, നോട്ടിഫിക്കേഷനിലേക്ക്, ന്യൂസിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് ചാടരുത്. ഇഫ് യു ഹാവ് ടൈം, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹാബിറ്റ്സ് ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്, എന്താണ്, നല്ല സമാധാനത്തോടെ ബ്രീത്തൊക്കെ എടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് പുറത്ത് നടന്നു വരിക രാവിലെ, ഒന്ന് സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ നമുക്ക് സൺലൈറ്റും കിട്ടും, സർക്കേഡിയൻ റീതൊക്കെ ഒന്ന് സെറ്റാവും, ഒന്ന് സമാധാനം കിട്ടും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം. ഒരു എവിടെയെങ്കിലും കംഫർട്ടബിൾ ആയ സ്ഥലത്ത് ഇരുന്നോ കിടന്നോ. ഞാൻ മെഡിറ്റേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ പോയാൽ അതിൻ്റെ ലിങ്കൊക്കെ കിട്ടും. ഞാൻ പല ആൾക്കാർക്കും അതിൽ ലിങ്ക് കൊടുത്തതിനും. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ജേർണലിങ്ങോ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങോ, അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഒക്കെ ആയിട്ട് എന്നിട്ട് പിന്നെ വർക്കിലേക്ക് കടന്ന് സമാധാനത്തോടെ നിങ്ങളെ ദിവസം അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഉച്ചക്കോ അല്ലെങ്കിൽ എപ്പോഴേലും നിങ്ങളെ മെയിൻ വർക്ക്, മെൻ്റൽ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് മോർണിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് തന്നെ ഉള്ളതാണ്. ഈ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രാവിലെ എണീറ്റേക്കിനും പെട്ടെന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം, ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ സി ഒക്കെ പഠിച്ച ടൈമിലൊന്നും എനിക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാനൊന്നുമില്ല. അപ്പോൾ ഞാനൊക്കെ പെട്ടെന്നൊരു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് മെഡിറ്റേഷനും അതുപോലെ ചെറിയൊരു വർക്കൗട്ടും ഒന്ന് അലേർട്ട് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരു ഷവറൊക്കെ എടുത്തതിന് ശേഷം എന്നിട്ട് നേരെ പഠിക്കായിരിക്കും ഒരു അരമണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നേരെ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ഏതാണോ അതായത് ഞാൻ ഈ ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു പ്രോക്കാസ്റ്റിനേഷൻ്റെ. അതിൽ ഞാൻ പറയുന്നുണ്ട് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ വർക്കാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ സംഭവം ചെയ്യാനിരിക്കുക. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹാബിറ്റ്സ് ആയിട്ട് അങ്ങനെ ചെയ്യാം. സാധാ ആൾക്കാരങ്ങളൊന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ചുറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളൊപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം, ഈ ന്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജസ് ഇതേ കാര്യം ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ മൈൻഡ് ഫുൾ ആവശ്യമില്ലാത്ത കാര്യം വെച്ചാണ് നടക്കുന്നുണ്ടാവും. സോ യു ഡോണ്ട് ഡു ദ സെയിം മിസ്റ്റേക്ക്. ഇനി അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല, അത്രയും നെസസറി ആണ്. ഇപ്പോൾ നിങ്ങളൊരു ക്രിയേറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇൻ്റെ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ല നിങ്ങളുടെ ബിസിനസ്സിനൊക്കെ അത് വേണമെന്നുണ്ടെങ്കിലും, പല ആപ്പുകളും പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. നമുക്ക് ഇത്ര ടൈമിന് അത് ലോക്ക് ഇട്ട് വെക്കാൻ പറ്റും, നമുക്ക് ആക്സസബിൾ അല്ലാതെ. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിലും ഒരു മോർണിംഗ് തൊട്ടൊരു ഏർലി മോർണിംഗ് ഒരു 5 മണി തൊട്ട് ഒരു 8 മണി വരെ, മോർണിംഗ് 8 മണി വരെ യൂട്യൂബും അതേപോലെ യൂട്യൂബ് സ്റ്റുഡിയോ ആണെങ്കിലും അങ്ങനത്തെ സോഷ്യൽ മീഡിയ ആപ്സ് ഒന്നും കിട്ടില്ല. അതേപോലെ തന്നെ ഉച്ച വരെ ഏകദേശം ഒരു 2 മണി വരെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലോക്കിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാമിന് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ വീഡിയോ ഇടാനാണെങ്കിൽ പോലും അതിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ ഉള്ളവരെ പോസ്റ്റും സ്റ്റോറിയൊക്കെ കണ്ടുകൊണ്ട് നമ്മളറിയാതെ വേറെ എങ്ങോട്ടെങ്കിലും എത്തും. പിന്നെ നമ്മൾ എന്തിനാ ഇൻസ്റ്റാഗ്രാം എടുത്തതെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല, ആ രീതിക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം കൊണ്ട് വേറെ ഉപകാരങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് എടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എടുത്താൽ തന്നെ എല്ലാം കൈ തന്നെ കവർ ചെയ്യുക. വീഡിയോ ഇടലാണെങ്കിലും മെസ്സേജ് വായിക്കലാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് എടുത്ത് നോക്കുമ്പോഴാണ് ഒരുപാട് ടൈം വേസ്റ്റ് ആണ്. അപ്പോൾ അത് ഞാൻ ഉച്ച വരെ ലോക്കാക്കി വെച്ചിങ്ങനെ യൂട്യൂബും യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗിൽ എൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് കഴിയണ വരെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ വെക്കുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാസ്ക് കഴിയണ വരെ ഈ സോഷ്യൽ മീഡിയ ആപ്സും കാര്യങ്ങളൊക്കെ ലോക്കാക്കിയാൽ വെക്കാം. അത്രയും ഫോൺ അഡിക്ഷൻ ഉണ്ട്. ഫോൺ ഇനിയും ബോറിംഗ് ആക്കണം എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഗ്രേ സ്കെയിൽ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഐഫോണിലും ഉണ്ട്, അത് ആൻഡ്രോയിഡിലും ഉണ്ടാവും. രണ്ടും എന്ത് ചെയ്യാം, യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി ആ ഫോൺ എങ്ങനെ ഗ്രേ സ്കെയിൽ ആക്കുക എന്നുള്ളത്. അതിന് ഒരുപാട് കളേഴ്സ് കാര്യങ്ങൾ നമ്മളന്ന് റിമൂവ് ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് അഡിക്റ്റീവായി തോന്നില്ല. ഞാനിതെപ്പോഴാണ് ചെയ്യലെന്ന് വെച്ചാൽ കിടക്കുന്നതിന് മുമ്പ് ഒരു 1 അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ്, രാത്രി ഒരു 10 മണിക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 9 മണിക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്ക് എന്നുള്ള രീതിയിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യും, ഗ്രേ സ്കെയിൽ ആക്കും. അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫോണിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സ്ക്രീൻ ടൈം താനെ കുറയുന്നത് കാണാം. നമ്മൾ തന്നെ മാറ്റും, പക്ഷേ നമുക്കൊരു ബാരിയേഴ്സ് ടു എൻട്രി എന്നുള്ള രീതിയിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫോണില്ലാത്ത സമയങ്ങളിൽ ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ്, ജേർണലിങ്ങും, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യലും, ഫാമിലിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യലും, അല്ലെങ്കിൽ ടൂർ പോലും, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യട്ടെ, പുറത്തുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യാം, ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഈ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഓഫിൽ വെക്കാം. എൻ്റെ ഫോൺ എന്ന് പറയുന്നത് എപ്പോഴും സൈലൻറ്റ് മോഡിലാണ്. എന്തെങ്കിലും കോൾ വരികയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മളെപ്പോഴും സൈലൻറ്റിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അർജൻസ് ഒന്നും ഉണ്ടാവില്ല. അല്ലാത്ത സമയത്താണ് ആൾക്കാർ നമ്മൾ വിളിച്ചാണ്ട് ചായ അടിച്ചോ, ചോറുന്നോ, ഇന്നെന്താ കൂട്ടാൻ എന്നൊക്കെ ചോദിച്ചുള്ളൂ. അല്ലാതെ നമ്മൾ ഫുള്ള് സൈലൻറ്റിലാണ്, ഫോൺ ഫുള്ള് സൈലൻറ്റിലാണ്. നമ്മൾ വല്ലാതെ മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കുന്ന ആളല്ല. നമ്മൾ ടെക്നോളജി ആയിട്ടും വല്ലാതെ എപ്പോഴും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഓൺലൈൻ വരുന്നുണ്ടാവുള്ളൂ എന്നുള്ളൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ അർജൻറ്റ് കോളുകളും അർജൻറ്റ് മെസ്സേജുകളൊക്കെ നോർമലി ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്ത് പോകും. ഓലെന്നെ സോൾവ് ചെയ്ത് പോകും, പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഓഫിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് സമാധാനം കിട്ടും. അതേപോലെ തന്നെ ഫോൺ സൈലൻറ്റിൽ വെക്കുന്ന കാര്യം. പിന്നെ എന്തെങ്കിലും കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ചു വിളിക്കുക. ഫൈൻഡ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ എക്സൈറ്റിംഗ് ഫോർ യു. എനിത്തിങ് ലൈക്ക് റീഡിങ്, ജേർണലിങ്, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, ട്രാവലിംഗ്, റീഡിങ് ബുക്സ്, എനി ആക്ടിവിറ്റി. എന്നിട്ട് ആ ആക്ടിവിറ്റീസ് വെച്ചാണ് നിങ്ങളെ ഡേ ഫിൽ ചെയ്യാം. സോ
your life is automatically, your day, your life is exciting. You will not have any time to scroll. Hope this is helpful for you guys. See you in the next video.